ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോഡിംഗ് ആശാൻ. നമ്മളിന്ന് വീക്ക് 4ൻ്റെ വീഡിയോ ഇടാനാണ് വന്നിട്ടുള്ളത്. അതായത് ബ്രോഡ് ടൈപ്പിൽ എനിക്കുണ്ടായിട്ടുള്ള വീക്ക് 4 എങ്ങനെയൊക്കെ പോയി, എങ്ങനെയൊക്കെയാണ് ഞാൻ പാസ്സായത്, എന്തൊക്കെ കാര്യങ്ങളാണ് പാസ്സാവാൻ എടുത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ടാസ്ക്കാണ് ചെയ്തത്, അങ്ങനത്തെ വീക്ക് 4നെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ വീക്ക് 1നെ കുറിച്ചും 2നെ കുറിച്ചും 3നെ കുറിച്ചൊക്കെ ആൾറെഡി ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുക്കുക. അതിലൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു വീക്സിൻ്റെ വീഡിയോസ് കാണാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വീക്ക് 4നെ കുറിച്ച് ഇനി അങ്ങോട്ടുള്ള വീക്സിനെ കുറിച്ചും വീക്കിലി വീഡിയോസിനെ കുറിച്ചും പറയാനാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീശ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെയാണ് ഈ വീക്ക് ഉണ്ടായിരുന്നത്, ഈ വീക്കിൽ എക്സ്പീരിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ഷെയർ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് ഈ വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഈ വീക്കിൽ എന്തൊക്കെ ടാസ്ക്കുകളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ ഈ വീക്ക് പാസ്സാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഫുള്ള് ചെയ്യുന്നത്, എല്ലാ വീക്സിലും ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ വീഡിയോസ് ഇട്ട് തന്നെ കുറേ കാലം ആയിട്ടുണ്ട്. അപ്പോൾ 3rd വീക്കിൻ്റെയും അതുപോലെ 1 മന്തായിട്ട് പ്രോട്ടോടൈപ്പിൻ്റെയും വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ 4th വീക്കും കഴിഞ്ഞ് 5th കഴിഞ്ഞ് 6th കഴിഞ്ഞ് ഇപ്പോൾ 7th വീക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോഴാണ് 4th വീക്കിൻ്റെ വീഡിയോസ് തന്നെ എടുക്കുന്നത്. ഏതായാലും ഞാൻ ഈ വീഡിയോസൊക്കെ ഇടാത്ത കാലത്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, അതിന് വളരെയധികം സന്തോഷമാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് വന്നിരുന്നു, ബ്രോ എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തത്, വീഡിയോസിന് വെയിറ്റിംഗ് ആണ്, അങ്ങനത്തെ കുറേ പേര് മെസ്സേജ് അയച്ച് വന്നിരുന്നു. ഇപ്പോഴും ഫീസിനെ കുറിച്ചൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ച് വരുന്നവരുണ്ട്. പ്രോടൈപ്പിൽ ആക്ച്വലി പ്രോടൈപ്പിൻ്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു പുതിയ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തുടരുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ലഭിക്കുന്നതാണ്. സോ നമ്മൾ ഇനി വൈകിപ്പിക്കുന്നില്ല, നേരെ വീക്ക് 4ൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ 3rd വീക്ക് വരെയുള്ള വീഡിയോസ് ഒന്നും ഇതുവരെ കാണാത്തവരാണെങ്കിൽ അത് ആ വീഡിയോസ് ഇവിടെ കണ്ടു നോക്കുക. ഞാനവിടെ ഐ ബട്ടണിൽ അതിൻ്റെ പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ആ 3rd വീക്കിൽ നമ്മൾ JS ആണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. JS അഡ്വാൻസിൽ വരെ നമ്മൾ 3rd വീക്കിൽ പ്രോട്ടോടൈപ്പിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ 3rd വീക്കിൽ പറയുന്നുണ്ട്. 4th വീക്കിൽ നമ്മൾ പഠിക്കുന്നത് നോഡ് JSഉം അതുപോലെ എക്സ്പ്രസ്സുമാണ്. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ വീക്ക്ലി വീഡിയോസ് ഒരുപാട് പേർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിരുന്നു. അതായത് ഈ വീക്ക്ലി വീഡിയോസ് പ്രോട്ടോടൈപ്പിൽ വരാൻ സാധിക്കാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് വന്നിരുന്നു, ഈ വീക്ക്ലി വീഡിയോസ് തുടരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ഒരു ഘട്ടത്തിൽ നിർത്തിയാലും തീരുമാനിച്ചാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു പ്രചോദനങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോസ് പിന്നെയും ഈ വീഡിയോ സീരീസ് കണ്ടിന്യൂ ആയുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയുകയാണ് ഞാൻ, അങ്ങോട്ട് താങ്ക്സ് പറയുകയാണ് നിങ്ങളെ വ്യൂവേഴ്സിനോട്. സോ നമുക്ക് ഈ വീക്ക് 4ൽ എന്തെല്ലാം പറഞ്ഞു എന്ന് ഡിസ്കസ് ചെയ്യാം. സോ വീക്ക് 4ലെ ടെക്നിക്കൽ ടാസ്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ വീക്ക് 4ൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാം, എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ. ആദ്യം തന്നെ നോഡ് JS നിങ്ങൾ തറാക്കി പഠിക്കുക. എന്താ നോഡ് JS, എങ്ങനെയാണ് നോഡ് JS, ആദ്യം തന്നെ നോഡ് JS ഇൻസ്റ്റാളേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾ നോഡ് JSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, നോഡ് JS ഇൻസ്റ്റാളേഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് എങ്ങനെയൊക്കെ നോഡ് JS ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. പിന്നെ നോഡ് JSൻ്റെ ആ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കയറാൻ നോഡ് JSൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനും കാണാം. അപ്പോൾ അത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, ചില പേർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ നോഡ് JS എന്താണെന്നും നോഡ് JS എങ്ങനെയൊക്കെയാണെന്നും നോഡ് JSൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്നും ഇവൻറ്റ് ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അതുപോലെ നോഡ് JSൻ്റെ കോർ മൊഡ്യൂൾസാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിക്ക് എന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. കോഡ് എവല്യൂഷൻ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ കോഡ് എവല്യൂഷൻ നോഡ് JS എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ബേസിക് മുതൽ, അതായത് നോഡ് JSൻ്റെ ബേസിക് ആയിട്ടുള്ള കോർ മൊഡ്യൂൾസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവൻറ്റ് ലൂപ്പ് വരെയും, ഇവൻറ്റ് ലൂപ്പ് എങ്ങനെയൊക്കെയാണ് ഇതുള്ളത്, അതേമാതിരി പ്രോസസ്സുകൾ, അങ്ങനെ ഈ നോഡ് JSൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളുടെ ബേസ് ആ ഒരു വീഡിയോ സീരീസിൽ കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം എൻ്റെ ഊഹം ശരിയാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം ഒരു 60+ വീഡിയോസ് ആ സീരീസിലുണ്ട്. അപ്പോൾ അത് ഒക്കെ ചെറിയ ചെറിയ വീഡിയോസാണ്, അത് ഫുള്ള് കണ്ടു തീർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നോഡ് JSൻ്റെ ഈ വീക്ക് തുടങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ആ വീഡിയോ സീരീസ് കണ്ടു തുടങ്ങാം. അപ്പോൾ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്. ഏകദേശം മാക്സിമം ഒരു 2 days മാത്രം ആ വീഡിയോ സീരീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അത് മൂലം നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്കൊരു ഐഡിയ ഈ നോഡ് JSനെ കുറിച്ച് കിട്ടും. ഞാൻ തന്നെ ഈ നോഡ് JSൻ്റെ ഈ വീക്ക് തുടങ്ങിയപ്പോൾ കുറേ സ്ട്രഗിൾ ആയിരുന്നു. ഒന്നും മനസ്സിലാവും, പുതിയ കാര്യം പഠിക്കുകയാണല്ലോ, ബാക്ക് എൻഡ് കാരണം ഒരു സംഭവം പഠിക്കുകയാണല്ലോ നമ്മൾ ഇത്രയും കാലമൊക്കെ ഈ ഒരു HTML CSS JS അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ നോഡ് JSക്കൊക്കെ വന്നപ്പോൾ കുറച്ച് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ റെഫർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയതും അതൊക്കെ ക്ലിയർ ആയതും. അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ മാത്രം നോക്കി പോയത് കൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീക്ക് പാസ്സായിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിൽ നോഡ് JS മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊജക്റ്റ് ഈ 4th വീക്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോഡ് വേണം, എക്സ്പ്രസ് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. NPM അതിൽ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, എക്സ്പ്രസിനെ കുറിച്ചൊന്നും പറയുന്നില്ല.
പക്ഷേ അതൊക്കെ വേണം നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ളൊരു PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ PDF ഒട്ടുമിക്ക ടോപ്പിക്സൊക്കെ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പരമാവധി ആ ടോപ്പിക്സൊക്കെ കവർ ചെയ്തിട്ട് വേണം ഈ വീക്കിലെ റിവ്യൂവിന് പോകാം. അപ്പോൾ ആ ഒരു ടോപ്പിക്സൊക്കെ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് 4ൻ്റെ ഒരു ഓവറോൾ ഐഡിയയും വീക്ക് 4നെ കുറിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. Node.js ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് Node.js വീക്കിൽ, അതായത് 4th വീക്കിൽ ടെക്നിക്കൽ ടാസ്ക് ആയിട്ട് എന്താ ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ 4th വീക്കിൽ നമുക്ക് ലഭിച്ച മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കുക, ഒരു ഹോം പേജ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ട് നേരെ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ആ ഒരു ടാസ്ക് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളവിടെ പ്രോപ്പറായിട്ട് സെഷൻ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് സെഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ എക്സ്പ്രസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ എക്സ്പ്രസ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രസ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് നിങ്ങളെ കോഡിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ലോഗിൻ പേജിൽ നിങ്ങൾ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് 5th വീക്കിലാണ് ഡാറ്റാബേസ് കണക്ഷനും അതുപോലെ ഡാറ്റാബേസിൽ നിന്ന് യൂസർ രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. യൂസർ രജിസ്റ്റർ ചെയ്യും വേണ്ട, നിങ്ങൾ ലോഗിൻ ചെയ്യുക. യൂസർ ലോഗിൻ ചെയ്യൽ മാത്രം. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അതായത് വേരിയബിൾസ്, അതായത് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾ കോഡിൽ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ അത് വാലിഡേഷൻ ചെയ്തിട്ട് വേണം, ലോഗിൻ പേജിൽ വാലിഡേഷൻ ചെയ്തിട്ട് വേണം ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഗിൻ പേജ്, ഒരു ഹോം പേജ്, പ്രോപ്പറായിട്ടുള്ള വാലിഡേഷന്, അതുപോലെ പ്രോപ്പറായിട്ടുള്ള സെഷൻ ഹാൻഡ്ലിങ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു ലോഗിൻ പേജിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ലോഗിൻ പേജിൻ്റെ ഒരു ഓവറോൾ വീഡിയോ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഞാൻ ലോഗിൻ പേജിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഇവിടെ കൊടുക്കാം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു PDF രൂപത്തിൽ ആ ലോഗിൻ പേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ലോഗിൻ പേജ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി, ലോഗിൻ പേജ് ഓഫ് കോഴ്സ് നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ആ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരൊറ്റ വീഡിയോ മാത്രമേ ഉള്ളൂ, അത് ലോഗിൻ പേജ് ഉണ്ടാക്കേണ്ട മാത്രമുള്ള ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക ഐഡിയ കിട്ടും. ഇനി ഈ ഒരു വീക്കിൽ പ്രാക്ടിക്കൽസ് ആയിക്കാണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് FS മൊഡ്യൂളിനെ കുറിച്ച്, എന്തായാലും കോർ മൊഡ്യൂൾസിനെ കുറിച്ച് മൊത്തം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. Node.jsലെ കോർ മൊഡ്യൂൾസിനെ കുറിച്ച് മൊത്തം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഈ വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ, ഈ ലോഗിൻ പേജ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് HTML അല്ല, ഈ വ്യൂ എൻജിൻസ് ആണ്. അപ്പോൾ വ്യൂ എൻജിൻസിനെ കുറിച്ച് ഒരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. അതുപോലെ കുക്കീസ്, അതുപോലെ സെഷൻ ഹാൻഡ്ലിങ്, ഇതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് ഐഡിയാസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീക്കിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ വ്യൂ എഞ്ചിനിൽ നിങ്ങൾ ഇപ്പോൾ എന്നോട് പ്രാക്ടിക്കൽ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളെ വ്യൂ എഞ്ചിനിൽ ഡൈനാമിക്കായിട്ട് വാല്യൂസ് പാസ് ചെയ്യാൻ, ഒരു അറേ പാസ് ചെയ്ത് കണ്ട് അത് ഒരു ബട്ടൺസ് രൂപത്തിലാക്കി ഷോ ചെയ്യാനാണ് എന്നോട് പ്രാക്ടിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു വ്യൂ എഞ്ചിൻസിനെ കുറിച്ചും അതുപോലെ സെഷൻ ഹാൻഡ്ലിങ്, മിഡിൽ വെയർസ് എന്താണെന്ന്, എക്സ്പ്രസ് എന്താണെന്ന്, Node.js എന്താണെന്ന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു 4th വീക്കിൻ്റെ റിവ്യൂയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 4th വീക്കിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഊഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Node.js അതുപോലെ എക്സ്പ്രസ്, അതുപോലെ ഇത് വെച്ചൊരു ലോഗിൻ പേജ് ഉണ്ടാക്കുക. അപ്പോൾ Node.jsൻ്റെ വീഡിയോസ് നിങ്ങൾ കോഡ് എവല്യൂഷൻ ട്രൈ ചെയ്യുക. അതുപോലെ ലോഗിൻ പേജിൻ്റെ വീഡിയോസിനാണെങ്കിൽ നിങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ വീഡിയോൻ്റെ സ്പെസിഫിക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇവിടെയും പാസ് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലോഗിൻ പേജ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും പഠിച്ചുകൊണ്ട് ഈ വീക്കിലെ റിവ്യൂ അറ്റൻഡ് ചെയ്യുക. Node.jsഉം എക്സ്പ്രസ്സൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള നമ്മൾ ഈ ഒരു മേൺ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് ഈ Node.jsഉം എക്സ്പ്രസ്സും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോഡും എക്സ്പ്രസ്സും. അപ്പോൾ അതൊക്കെ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഓഫ് കോഴ്സ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോട്ടോടൈപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഈ വീക്ക് 4 എങ്ങനെയൊക്കെ പഠിക്കാമെന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലൊപ്പം തന്നെ നമ്മളെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഇടുന്ന ക്വസ്റ്റ്യൻസിന് മറ്റുള്ളവർ ഉത്തരം തരും. അതുപോലെ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരുടെ ക്വസ്റ്റ്യൻസ് ഉത്തരം നൽകാം. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിൽ പരമാവധി പേര് ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, അതന്നെ ഉള്ള വഴിയുള്ളൂ. എന്നിട്ട് അത്രേ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എടുക്കുക. സോ ഗൈസ്, താങ്ക് യു.